സെക്കൻഡ് ചാപ്റ്റർ ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ് ചാപ്റ്ററിൻ്റെ പേര്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾ പുതുതായി കുറച്ച് ഫങ്ഷൻസ് ഫസ്റ്റ് നിങ്ങൾ പരിചയപ്പെടാൻ പോവുകയാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ അറിയാം, അതുപോലത്തെ ഒരു ഫംഗ്ഷനാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് സൈൻ എച്ച് എക്സ്. സൈൻ എച്ച് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടു. ഇതാണ് സൈൻ എച്ച് എക്സ്. അതുപോലെ തന്നെ കോസ് എച്ച് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ടു. എന്ന് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സുമാണ്. ദാറ്റ് ഈസ് സൈൻ എച്ച് എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ടു. കോസ് എച്ച് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ടു. ഇനി നിങ്ങൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിച്ചതേപോലെ ടാൻ എക്സ് നമുക്കറിയാം. ടാൻ എക്സ് പറഞ്ഞാൽ സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ്. അതുപോലെ തന്നെയാണ് ഇവിടെ സിമിലർ ആണ്. ടാൻ എച്ച് എക്സ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് എക്സ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എച്ച് എക്സ് നമുക്കറിയാം ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടു ഓൾ ഡിവൈഡഡ് ബൈ കോസ് എച്ച് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ടു. ടു ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇതാണ് ടാൻ എച്ച് എക്സ്. നെക്സ്റ്റ് കോട്ട് എച്ച് എക്സ്. നമുക്കറിയാം കോട്ട് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടാൻ എക്സ് ആണ്. ദാറ്റ് ഈസ് കോസ് എച്ച് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ആണ്. അതുപോലെ തന്നെ കോട്ട് എച്ച് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ ടാൻ എച്ച് എക്സ്. ദാറ്റ് ഈസ് ടാൻ എച്ച് എക്സ് നമുക്കറിയാം ഇതിൻ്റെ 1 ഡിവൈഡഡ് ബൈ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ. ദാറ്റ് ഈസ് ഫസ്റ്റ് ന്യൂമറേറ്ററിൽ ഈ ടേം വരും, ഡിനോമിനേറ്ററിൽ ഈ ടേം വരും. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ. നെക്സ്റ്റ് സീക്ക് എക്സ് എക്സ്. നമുക്കറിയാം സീക്ക് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോസ് എക്സ്. അതുപോലെ തന്നെ സീക്ക് എച്ച് എക്സ് 1 ഡിവൈഡ് ബൈ കോസ് എച്ച് എക്സ്. കോസ് എച്ച് എക്സ് നമുക്കറിയാം ഇതിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എച്ച് എക്സ്. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടു. അതുപോലെ തന്നെ സിമിലർലി കൊസീക്ക് എച്ച് എക്സ് ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ സൈൻ എച്ച് എക്സ് ദാറ്റ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ. ഇതാണ് നിങ്ങൾ ബേസിക്കായിട്ട് ഇതിൽ പഠിക്കുന്ന കുറച്ച് ഡെഫിനിഷന് അല്ലെങ്കിൽ റിസൾട്ട്. ഓക്കെ. ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് സൈൻ എച്ച് എക്സ് കോസ് എച്ച് എക്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോളിക്. ഈ എച്ച് വരുന്ന ടേംസ് വരുന്നത് ദാറ്റ് ഈസ് ഇതെല്ലാം ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. ഓക്കെ. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് ഈവൻ ഫംഗ്ഷൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും പറയുക? എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഈവൻ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. എക്സിന് മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വരരുത്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കണം എഫ് ഓഫ് മൈനസ് എക്സ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈവൻ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ഈവൻ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഇതെല്ലാം ഈവൻ ഫംഗ്ഷനാണ്. ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം? എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കണം? എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സൈൻ എക്സ് 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 ക്യൂബ് ഇതെല്ലാം ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാ ഫംഗ്ഷനെയും ഈ 2 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ചില ഫംഗ്ഷൻ ഓഡായിരിക്കാം, മറ്റു ചിലത് ഈവൻ ആയിരിക്കാം, മറ്റു ചിലത് ഇത് രണ്ടിലും പെടാത്ത രീതിയിലുള്ള ഫംഗ്ഷൻ വരാം. ഫോർ എക്സാമ്പിൾ ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സ് എന്നുള്ളത് ഈവനുമല്ല ഓടുമല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾ ഫംഗ്ഷനെ ഈ 2 ഗ്രൂപ്പിൽ പെടുത്താൻ കഴിയില്ല. ഈവനും ഓടും അല്ലാത്ത സം ഫംഗ്ഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. ഇനി വേറെ ഒരു റിസൾട്ട്, ഏത് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിനെ 2 ഫംഗ്ഷൻ്റെ സമ്മാക്കി എഴുതാൻ പറ്റും. അതിലെ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും? ഓഡായിരിക്കും, മറ്റു ഫംഗ്ഷൻ മറ്റേത് ഈവൻ ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് ഏത് ഫംഗ്ഷനെയും നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനാക്കി എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ബൈ 2 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ബൈ 2 ഇങ്ങനെ എഴുതാം. കാരണം എന്താ? ഇത് കോമൺ ഡിനോമിനേറ്ററാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
ഇവിടെ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ 2. നമ്മൾ ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് എന്നല്ലേ ചെയ്ത് നോക്കാം. കോമൺ ഡിനോമിനേറ്റർ ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2. എന്ത് ഇതും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 2 എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ 2 ക്യാൻസൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഏതൊരു ഫംഗ്ഷനെയും എഫ് ഓഫ് എക്സിനെയും നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ 2. ഓക്കെ, ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈവൻ ഫംഗ്ഷനാണ്, ഇത് ഓഡ് ഫംഗ്ഷനുമായിരിക്കും. നമ്മൾ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എടുക്കാൻ പോണത് ഈ ഫംഗ്ഷനെ ഒരു ഫംഗ്ഷൻ പേര് വിളിക്കുകയാണ് എച്ച് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഇങ്ങനെ വിളിക്കാൻ പോവാം. എന്താണ് എച്ച് ഓഫ് മൈനസ് എക്സ്? എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് മൈനസ് പ്ലസ് ആവും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ബൈ 2. ഞാൻ എന്ത് ചെയ്തു? ഇത് രണ്ടും അങ്ങോട്ടും ചേഞ്ച് ചെയ്തു. ഇത് തന്നെയാണെന്ത് എച്ച് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് മൈനസ് എക്സും എച്ച് ഓഫ് എക്സും ഈക്വലാണ്. ദെർഫോർ ഈ ടേം ഈവൻ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഈ ടേം നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഈ ടേം ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ, ഈ എഫ് ഓഫ് എക്സ് ആണ് ജനറലായിട്ട് നമ്മൾ എടുത്തതാണ്, ഇന്ന ഫംഗ്ഷനൊന്നും പറഞ്ഞിട്ടില്ല. ദെർഫോർ ഏത് ഫംഗ്ഷനെയും നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. ഇവിടെ ഇത് ഈവൻ ഫംഗ്ഷനും ഇത് ഓഡ് ഫംഗ്ഷനായിരിക്കും. അതാണ് അടുത്ത റിസൾട്ട്. ഓക്കെ, അപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞേ. ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ രണ്ടാമത് ഈവൻ ഫംഗ്ഷന് ഓഡ് ഫംഗ്ഷന്, മൂന്നാമത്തെ ഏത് ഫംഗ്ഷനെയും നമുക്ക് ഓഡ് ഫംഗ്ഷൻ്റെയും ഈവൻ ഫംഗ്ഷൻ്റെയും സമ്മ് ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പേജ്. ഹൈപ്പർബോളിക് ഐഡൻറ്റിറ്റീസ്. നമ്മൾ ട്രിഗണോമെട്രിക് റിസൾട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, ആ രീതിയിൽ ഒരുപാട് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ കേസിലും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ഒന്നാമത്തെ റിസൾട്ട് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്കറിയാം കോസ് എച്ച് എക്സ് അറിയാം, സൈൻ എച്ച് എക്സ് അറിയാം. കോസ് എച്ച് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. നെക്സ്റ്റ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. കോമൺ ഡിനോമിനേറ്ററാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 2 ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇതിന് സ്ക്വയർ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡഡ് ബൈ 4 എഴുതാം. ഇതെന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ എന്താ ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു 2x. നെക്സ്റ്റ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. അതെന്താ വരിക? 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. എന്താണ് ഇ റേസ് ടു മൈനസ് എക്സ്? ഇ റേസ് ടു മൈനസ് എക്സ് ആണ് ഈ 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സാ. അപ്പോൾ ഇതെങ്ങനെ വരും? 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് വരിക. ഓക്കെ, ദെർഫോർ ഇ റേസ് ടു 2x പ്ലസ് 2 പ്ലസ് ഇ റേസ് ടു മൈനസ് 2x മൈനസ് ഇ റേസ് ടു 2x മൈനസ് 2. ഇതുപോലെ തന്നെ ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സും ക്യാൻസൽ ചെയ്യും. ഇ റേസ് ടു എക്സും ഇ റേസ് ടു മൈനസ് എക്സ് ഒന്നിച്ച് വന്നാൽ ക്യാൻസൽ ചെയ്യും. പ്ലസ് 2 ഇ റേസ് ടു മൈനസ് 2x. ഒരുപാട് ടേം ക്യാൻസൽ ചെയ്യും. ഇവിടെ ഇ റേസ് ടു 2x, ഇവിടുത്തെ മൈനസ് അകത്തോട്ട് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഇ റേസ് ടു 2x. അതുപോലെ തന്നെ ഇ റേസ് ടു മൈനസ് 2x, ഇവിടെ മൈനസ് ഇ റേസ് ടു മൈനസ് 2x. അതുകൊണ്ട് ക്യാൻസൽ ചെയ്യും. ബാക്കി 2
plus 2. That is equal to 4. 4 by 4 equal to 1. Therefore, cos h square x minus sin h square x equal to 1. Second identity. Tan h square x plus sec h square x equal to 1. നമ്മൾ എങ്ങനെ ചെയ്യാൻ പോണത്? ഒന്നാമത്തെ ഐഡൻറ്റിറ്റി എടുത്ത് ഇതിനെ ത്രൂ ഔട്ട് കോസ് എച്ച് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് അറിയുന്ന റിസൾട്ടാണ് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. രണ്ട് സൈഡും കോസ് എച്ച് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 1 വരും, ഇവിടെ സൈൻ എച്ച് സ്ക്വയർ എക്സ് ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ എച്ച് സ്ക്വയർ എക്സ്. 1 ഡിവൈഡ് ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ് നമുക്കറിയാം സീക്ക് എച്ച് സ്ക്വയർ എക്സ് ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് ടാൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് എച്ച് സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ടാൻ എച്ച് സ്ക്വയർ എക്സ്, ടാനിനെ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ടാൻ എച്ച് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. നിങ്ങൾ എഴുതി നോക്കാം, ജസ്റ്റ് കേട്ടിരിക്കരുത്, എഴുതി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഐഡൻറ്റിറ്റി കോട്ട് എച്ച് സ്ക്വയർ എക്സ് മൈനസ് കൊസീക്ക് എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. എങ്ങനെ പ്രൂവ് ചെയ്യാം? വീണ്ടും ഒന്നാമത്തെ റിസൾട്ട് എടുത്തു. തൊട്ട് മുന്നേ നമ്മൾ കോസ് എച്ച് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ സൈൻ എച്ച് സ്ക്വയർ എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെ ചെയ്യാം? ദാറ്റ് ഈസ് കോസ് എച്ച് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ് ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സൈൻ എച്ച് സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ഇവിടെ കോസ് ഡിവൈഡ് ബൈ സൈന് നമുക്കറിയാം കോട്ടാണ്, അല്ലെങ്കിൽ 1 ബൈ ടാൻ ആണ്. ദാറ്റ് ഈസ് കോട്ട് എച്ച് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു കൊസീക്ക് എച്ച് സ്ക്വയർ എക്സ്. ഇതാണ് 3 ഐഡൻറ്റിറ്റി. ഇനി നിങ്ങൾക്ക് കുറച്ച് റിസൾട്ടും കൂടിയും പഠിച്ചു വെക്കാം. സൈൻ എച്ച് എക്സ് പ്ലസ് വൈ നമുക്കറിയാം, സൈൻ എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ സൈൻ എ പ്ലസ് ബി നമുക്കറിയാം. സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അതുപോലെ തന്നെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസും റിസൾട്ട് ഉണ്ട്. ഇത് നിങ്ങൾ ഡയറക്റ്റ് പഠിച്ചു വെക്കുക. സൈൻ എച്ച് എക്സ് പ്ലസ് വൈ ദാറ്റ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ് കോസ് എച്ച് വൈ പ്ലസ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് വൈ. സൈൻ എ പ്ലസ് ബി പഠിച്ച അതേപോലെ തന്നെ. നെക്സ്റ്റ് കോസ് എച്ച് എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? കോസ് എച്ച് എക്സ് കോസ് വൈ. മറ്റേത് സാധാരണ ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരുന്നു, പക്ഷേ ഈ കേസിൽ അതും പ്ലസ് ആണ്. ദാറ്റ് ഈസ് കോസ് എച്ച് എക്സ് കോസ് എച്ച് വൈ പ്ലസ് സൈൻ എച്ച് എക്സ് സൈൻ എച്ച് വൈ. നെക്സ്റ്റ് റിസൾട്ട് സൈൻ എച്ച് 2x. എന്താണ് സൈൻ എച്ച് 2x വരിക? സൈൻ എച്ച് 2x വരണമെങ്കിൽ എക്സ് വൈയുടെ സ്ഥാനത്തും എക്സ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x വരും. എന്ത് വരിക? ഇവിടെ വൈ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വൈയുടെ സ്ഥാനത്തൊക്കെ എക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ സൈൻ എച്ച് എക്സ് കോസ് എച്ച് എക്സ്, അതേപോലെ കോസ് എച്ച് എക്സ് സൈൻ എച്ച് എക്സ്. ദാറ്റ് ഈസ് 2 സൈൻ എച്ച് എക്സ് കോസ് എച്ച് എക്സ്. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം ടേമാണ് വരിക. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈൻ എച്ച് എക്സ് കോസ് എച്ച് എക്സ് വരും. നെക്സ്റ്റ് കോസ് എച്ച് 2x. വീണ്ടും ഈ റിസൾട്ടിൽ വൈയുടെ സ്ഥാനത്ത് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് കോസ് എച്ച് എക്സ് കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ് സൈൻ എച്ച് എക്സ് എന്ത് വരും? കോസ് എച്ച് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ്. ഓക്കെ, ഇനി കോസ് എച്ച് എക്സ് ബൈ 2 കോസ് എച്ച് എക്സ് ബൈ 2 ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് എച്ച് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 2. അതുപോലെ തന്നെ സൈൻ എച്ച് എക്സ് ബൈ 2 ദാറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കോസ് എച്ച് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എക്സാമ്പിൾ ഗിവൺ സൈൻ എച്ച് എക്സ് ഈക്വൽ ടു മൈനസ് 3/4. നമുക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ട്, സൈൻ എച്ച് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് -3/4. ഫൈൻഡ് ദി അതർ 5 ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ബാക്കിയുള്ള 5 ഹൈപ്പർബോളിക് ഫംഗ്ഷൻ അഥവാ ഏതൊക്കെയാണ് 5 ഹൈപ്പർബോളിക് ഫംഗ്ഷൻ? സൈൻ എച്ച് എക്സ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കണ്ടേ. കോസ് എച്ച് എക്സ് കണ്ടുപിടിക്കണം, ടാൻ എച്ച് എക്സ് കണ്ടുപിടിക്കണം, അതുപോലെ കോട്ട് എച്ച് എക്സ് കണ്ടുപിടിക്കണം, കൊസീക്ക് എച്ച് എക്സ് കണ്ടുപിടിക്കണം, സേക്ക് എച്ച് എക്സ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സൈൻ എച്ച് എക്സ് മാത്രമാണ്. അപ്പോൾ ഇത്രയും റിസൾട്ടും ഇത്രയും ഐഡൻറ്റിറ്റീസും കാണാതെ പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് പഠിച്ചതേപോലെ ഈ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം. ഫസ്റ്റ് നമുക്കറിയാം
കോസ് എച്ച് എക്സ് ഈക്വൽ ടു എന്തായിരുന്നു കോസ് എച്ച് എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എച്ച് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ആണ്. കാരണം ഫസ്റ്റ് ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാവും. കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആയിരുന്നു. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോസ് എച്ച് എക്സ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ദാറ്റ് ഈക്വൽ ടു നമുക്ക് സൈൻ എച്ച് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട റൂട്ട് ഓഫ് 1 പ്ലസ് 9 സൈൻ എച്ച് സ്ക്വയർ എക്സ് എന്നാൽ -3 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ ദാറ്റ് ഈസ് 9/16 ദാറ്റ് ഈക്വൽ ടു 5/25 ഡിവൈഡ് ബൈ 16 വരും. റൂട്ട് 25 ഡിവൈഡ് ബൈ 16 എന്നുള്ളത് 5 ഡിവൈഡ് ബൈ 4 ആണ്. അതുപോലെ തന്നെ ടാൻ എച്ച് എക്സ് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടി സൈൻ എക്സ് എക്സ് കിട്ടി, അതേപോലെ കോസ് എച്ച് എക്സും കിട്ടി. ടാൻ എച്ച് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് സൈൻ എച്ച് എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് എക്സ് ചെയ്താൽ മതി. ദറ്റ് ഈസ് -3/4 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡ് ബൈ 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -3 ഡിവൈഡ് ബൈ 5. ഓക്കെ, നെക്സ്റ്റ് കോട്ട് എച്ച് എക്സ്. സൈൻ എച്ച് എക്സും കോസ് എച്ച് എക്സും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളാണ്, നമുക്ക് അറിയാം അത് തമ്മിലുള്ള റിലേഷൻ. ഇനി എന്താണ് കോട്ട് എച്ച് എക്സ് 1 ഡിവൈഡ് ബൈ ടാൻ എച്ച് എക്സാ. ടാൻ എച്ച് എക്സ് നമുക്കറിയാം, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ദറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ -3 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈക്വൽ ടു -5 ഡിവൈഡ് ബൈ 3. ഇനി സീക്ക് എച്ച് എക്സ് എന്താണ് സീക്ക് എക്സ് അല്ലെങ്കിൽ സീക്ക് എച്ച് എക്സ് പറഞ്ഞാൽ എന്താ 1 ഡിവൈഡ് ബൈ കോസ് എച്ച് എക്സ് നമുക്കറിയാം 5/4 ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ദറ്റ് ഈസ് 4 ഡിവൈഡ് ബൈ 5. ഇനി കൊസീക്ക് എച്ച് എക്സ് 1 ഡിവൈഡ് ബൈ സൈൻ എച്ച് എക്സ് ആണ്. ദെർഫോർ -4 ഡിവൈഡ് ബൈ 3. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ ആയിരുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ 2. ഷോ ദാറ്റ് കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ് പവർ n ദറ്റ് ഈസ് cos hx plus sin hx all power n equal to cos hnx plus sin hnx ജനറൽ റിസൾട്ട് ആണ്. ദാറ്റ് ഈസ് ഇവിടെ 2 ആണെങ്കിൽ cos hx പ്ലസ് sin hx ഓൾ സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് cos h2x പ്ലസ് sin h2x. 3 ആണെങ്കിൽ cos h3x പ്ലസ് sin h3x. ഇത് നമുക്ക് തെളിയിക്കണം. ഓക്കെ, that is show that cos hx plus sin hx all power n equal to cos hnx plus sin hnx where n is any integer n 1 2 3 അല്ലെങ്കിൽ -1 -2 -3 എല്ലാം വരാം. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാം. നമ്മൾ ചെയ്യണത് ഫസ്റ്റ് ഇത് ചെയ്യും, അടുത്തത് ഇത് ചെയ്യും. ഇത് രണ്ടും ഈക്വലല്ലേ ചെക്ക് ചെയ്യും. ഓക്കെ, ചെയ്യണത് ലെഫ്റ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യും, റൈറ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് രണ്ടും ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ നമുക്കുള്ള റിസൾട്ട് ശരിയാണ്. ഓക്കെ, നമുക്കറിയാം കോസ് എച്ച് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ e⁻x പ്ലസ് e⁻−x ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെ സൈൻ എച്ച് എക്സ് e⁻x മൈനസ് e⁻−x ഡിവൈഡ് ബൈ 2. നമുക്ക് വേണ്ടത് കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ് ഓൾ പവർ n. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ് ചെക്ക് ചെയ്യാം. എന്നാണ് കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ് e⁻x പ്ലസ് e⁻−x ഡിവൈഡ് ബൈ 2 പ്ലസ് e⁻x മൈനസ് e⁻−x ഡിവൈഡ് ബൈ 2. ഓക്കെ, ജസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ ആണ്, കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് e⁻x ദറ്റ് ഈസ് 2 e⁻x. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ദറ്റ് ഈസ് 2 e⁻x ഓൾ ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ e⁻x. അപ്പോൾ അടുത്ത റിസൾട്ട് കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ് ഈക്വൽ ടു e⁻x. ദെർഫോർ കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് ഓൾ പവർ n ദാറ്റ് ഈക്വൽ ടു e⁻x ഓൾ പവർ n ദാറ്റ് ഈക്വൽ ടു e⁻nx അല്ലേ. e⁻x ഓൾ പവർ n പറഞ്ഞു കഴിഞ്ഞാൽ e⁻nx. അപ്പോൾ ഈ ഒരു ടേം ഫസ്റ്റ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയത് e⁻nx എന്നാണ്. നമ്മൾ അതിനെ എന്ത് വിളിച്ചു, ഇക്വേഷൻ നമ്പർ 1 വിളിച്ചു. അടുത്തത് നമ്മൾ ചെയ്യണത് എന്താണ് കോസ് h(n)x)ഉം പ്ലസ് സൈൻ h(n)x)ഉം ചെക്ക് ചെയ്യാൻ പോവാം. എന്താണ് കോസ് h(n)x? എക്സിൻ്റെ സ്ഥാനത്ത് nx വന്നു എന്നുള്ളൂ. ഇവിടെയും എക്സിൻ്റെ സ്ഥാനത്ത് nx വന്നെന്നുള്ളൂ. ദെർഫോർ നമ്മൾ റിസൾട്ടിൽ e⁻x അവിടെ nx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദറ്റ് ഈസ് e⁻nx പ്ലസ് e⁻−x അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് nx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ദാറ്റ് ഈസ് കോസ് എച്ച് എൻ എക്സ് പറഞ്ഞാൽ ഇ റേസ് ടു എൻ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇ റേസ് ടു എൻ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ന്യൂമറേറ്ററിൽ ഇ റേസ് ടു എൻ എക്സ് പ്ലസ് ഇ റേസ് ടു എൻ എക്സ് ദാറ്റ് ഈസ് 2 ഇ റേസ് ടു എൻ എക്സ് ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ചെയ്യാം ഇ റേസ് ടു എൻ എക്സ്. Therefore, equation number 1 equal to equation number 2. Therefore, cos hx plus sin hx all power n that equal to cos h nx plus sin h nx. Okay, that is from 1 and 2 we show that cos hx plus sin hx all power n equal to cos h nx plus sin h nx. Okay, next. Derivative of hyperbolic function, that is hyperbolic functions in the derivative. നമുക്കറിയാം സൈൻ എച്ച് എക്സ്, കോസ് എച്ച് എക്സ്, ടാൻ എച്ച് എക്സ്, കോട്ട് എച്ച് എക്സ്, കൊസീക് എച്ച് എക്സ്, സീക്ക് എച്ച് എക്സ്, ഇതൊക്കെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസാണ്. ഇതിൻ്റെ ജസ്റ്റ് ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ചെയ്യണത്. ഫസ്റ്റ് എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എക്സ്, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എച്ച് എക്സ്. നമ്മൾ ചെയ്യേണ്ടത് സൈൻ എച്ച് എക്സിൻ്റെ എക്സ്പാൻഷൻ എഴുതി. എന്താണ് സൈൻ എക്സ് എക്സ്? എക്സ്പാൻഷൻ അല്ല, ഡെഫിനിഷൻ. ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 2യുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 2. നെക്സ്റ്റ് ഇത് മൈനസ് എഴുതി, എന്നിട്ട് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഒരു -1 വരും. ആ മൈനസും ഈ മൈനസും പ്ലസ് ആയി. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈക്വൽ ടു കോമൺ ഡിനോമിനേറ്ററാണ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. ഇതെന്താണ്? ഇത് കോസ് എച്ച് എക്സ്. ദാറ്റ് ഈസ് കോസ് എച്ച് എക്സ്. ദാറ്റ് ഈസ് സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്. ട്രിഗ്നോമെട്രി റിസൾട്ട് പോലെ തന്നെ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ്, തൊട്ട് മുന്നത്തെ പോലെ കോസ് എച്ച് എക്സിൻ്റെ ഡെഫിനിഷൻ എഴുതി ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 2യുടെ ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 2. നെക്സ്റ്റ് ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഒരു മൈനസ് പുറത്ത് വരും. ആ മൈനസ് അവിടെ എഴുതിയിട്ടുള്ളത് that is minus e raised to minus x divided by 2. That equal to e raised to x minus e raised to minus x divided by 2. That equal to sin hx. Therefore, cos hx in the derivative sin hx sin hx in the derivative cos hx ആണ്. പക്ഷേ ട്രിഗണോമെട്രി റിസൾട്ട് ഇങ്ങനെയല്ല. സൈൻ ടിയുടെ അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ അല്ലെങ്കിൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സും കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷേ ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. സൈൻ എച്ച് എക്സിൻ്റെ കോസ് എച്ച് എക്സ്, കോസ് എച്ച് എക്സിൻ്റെ സൈൻ എച്ച് എക്സ്. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എച്ച് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എച്ച് എക്സ്. ദറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് എക്സ്. താഴെയും മേലെയും ഫംഗ്ഷൻ കിടക്കുന്നുണ്ട്. ന്യൂമറേറ്ററിലൊരു ഫംഗ്ഷൻ, ഡിനോമിനേറ്ററിലും ഒരു ഫംഗ്ഷൻ. നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും? കോഷ്യൻ റൂൾ ഉപയോഗിക്കും. എന്താണ് കോഷ്യൻ റൂൾ? ഡിനോമിനേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് കോസ് എച്ച് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. That is cos hx sin hx ന്റെ ഡെറിവേറ്റീവ് cos hx that is cos h square x മൈനസ് ഇവിടെ എന്ത് വരും? sin hx cos hx ന്റെ ഡെറിവേറ്റീവ് sin hx വരും. that is sin hx into sin hx that is equal to minus sin h square x all divided by cos h square x. ഇത് ഫസ്റ്റ് ഐഡൻറ്റിറ്റിയാണ്. ഇത് എന്താണ്? കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ്. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഐഡൻറ്റിറ്റിയാണ്. ദാറ്റ് ഈസ് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. ദെർഫോർ 1 ഡിവൈഡഡ് ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ് ദാറ്റ് ഈക്വൽ ടു എന്താണ്? 1 ഡിവൈഡ് ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ് സീക്ക് എച്ച് സ്ക്വയർ എക്സ്. ദെർഫോർ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എച്ച് എക്സ് സീക്ക് സ്ക്വയർ എച്ച് എക്സ് സീക്ക് എച്ച് സ്ക്വയർ എക്സ് സീക്ക് എച്ച് സ്ക്വയർ എക്സ്. ഓക്കെ, ഇനി ഇതേപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എച്ച് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എച്ച് എക്സ് ദാറ്റ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ് ഡിവൈഡ് ബൈ സൈൻ എച്ച് എക്സ്
അല്ലേ? 1/tan hx ആണ് കോട്ട് hx. തൊട്ട് മുന്നേ ചെയ്തതുപോലെ കോഷ്യൻ റൂൾ ഉപയോഗിക്കും. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് സൈൻ hx ഇൻറ്റു സൈൻ hx മൈനസ് കോസ് hx ഇൻറ്റു കോസ് hx ഡിവൈഡ് ബൈ സൈൻ h സ്ക്വയർ എക്സ്. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു നമുക്കറിയാം ഒരു മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. കോസ് h സ്ക്വയർ എക്സ് മൈനസ് സൈൻ h സ്ക്വയർ എക്സ്. തൊട്ട് മുന്നേ ഇവിടെ ഒരു മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും? ഇവിടെ പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. ദാറ്റ് ഈസ് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഫസ്റ്റ് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് -1 ഡിവൈഡ് ബൈ സൈൻ h സ്ക്വയർ എക്സ്. എന്താണ് സൈൻ h സ്ക്വയർ എക്സ്? കൊസീക് h സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് മൈനസ് കൊസീക് h സ്ക്വയർ എക്സ്. നെക്സ്റ്റ് അടുത്ത് d/dx ഓഫ് സീക്ക് hx. d/dx ഓഫ് എന്താണ് സീക്ക് hx? 1 ഡിവൈഡ് ബൈ കോസ് hx. ദാറ്റ് ഈക്വൽ ടു നമ്മൾ ചെയ്യാൻ പോണത് ഒന്നെങ്കിൽ കോഷ്യൻ റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/xൻ്റെ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് 1/xൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ്സ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ x സ്ക്വയർ. ഈ ഒരു റിസൾട്ടാണ് നമ്മൾ അടുത്ത രണ്ടെണ്ണത്തിന് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഇതൊരു 1/xൻ്റെ പോലെയാണ്. ദെർഫോർ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? കോസ് hx. ദെർഫോർ 1 ഡിവൈഡ് ബൈ എക്സിൻ്റെ 1/xൻ്റെ ആണെങ്കിൽ -1 ഡിവൈഡ് ബൈ x സ്ക്വയർ. എക്സ് എന്താണോ ഇവിടെ എന്താണോ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കോഷ്യൻ റൂൾ ഉപയോഗിക്കാം. ഇവിടെ -1 ഡിവൈഡ് ബൈ x സ്ക്വയർ. എക്സിൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു? കോസ് hx ആയിരുന്നു. ദാറ്റ് ഈസ് -1 ഡിവൈഡ് ബൈ കോസ് h സ്ക്വയർ എക്സ്. നെക്സ്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇനി ചെയ്യണം. ഓക്കെ, ചെയിൻ റൂൾ ചെയ്യണ പോലെ. ദാറ്റ് ഈസ് d ഡിവൈഡ് ബൈ dx ഓഫ് കോസ് hx. ദാറ്റ്സ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ കോസ് h സ്ക്വയർ എക്സ് ഡെറിവേറ്റീവ് ഓഫ് കോസ് hx. ദാറ്റ് ഈസ് സൈൻ hx. ദാറ്റ് ഈക്വൽ ടു നമുക്കറിയാം ഇതിലെ ഒരു ടേമും ഇതും ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ -sin hx ഡിവൈഡ് ബൈ കോസ് hx ഇൻറ്റു 1 ഡിവൈഡ് ബൈ കോസ് hx. ഇതെന്താണ്? ഇത് ടാൻ hx, ഇത് സീക്ക് hx. ദാറ്റ് ഈസ് മൈനസ് സീക്ക് hx ഇൻറ്റു ടാൻ hx. അടുത്തതും ഇതേപോലെ ചെയ്യാം. d/dx ഓഫ് കൊസീക്ക് hx ദാറ്റ്സ് ഈക്വൽ ടു d/dx ഓഫ് 1 ഡിവൈഡ് ബൈ സൈൻ hx. വീണ്ടും തൊട്ട് മുന്നേ ചെയ്ത പോലെ ആ റിസൾട്ട് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x സ്ക്വയറാണ്. Therefore, -1 divided by sin h square x into derivative of sin hx. That equal to -1 by sin h square x into cos hx. That equal to -1 divided by sin hx into cos hx divided by sin hx. കാരണം ഇവിടെ ഒരു ടേമിനെ ഇതിൻ്റെ താഴേക്ക് എഴുതി. Therefore, this equal to cot hx. This equal to cosec hx. Therefore, d/dx of cosec hx equal to minus cosec hx cot hx. അപ്പോൾ ട്രിഗണോമെട്രിക് റിസൾട്ടും ഹൈപ്പർബോളിക് റിസൾട്ടും വ്യത്യാസമുണ്ടായിരിക്കാം. കാരണം ചിലത് അതേപോലെ ആയിരിക്കാം. ഇപ്പോൾ സൈൻ hxൻ്റെ ഡെറിവേറ്റീവ് കോസ് hx ആയിരുന്നു. കോസ് hxൻ്റെ ഡെറിവേറ്റീവ് സൈൻ hx ആണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ട്രിഗണോമെട്രിക് റിസൾട്ട് അങ്ങനെയല്ല. ഓക്കെ, ചെറിയ വ്യത്യാസം ഉണ്ടാവും. നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ. നമ്മൾ ഫസ്റ്റ് റിസൾട്ട് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഐഡൻറ്റിറ്റീസ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് പഠിച്ചു. നെക്സ്റ്റ് ഇത്രയും ടേമിൻ്റെ ഇൻ്റഗ്രേഷൻ. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് സൈൻ hx കോസ് hx. കാരണം ഡെറിവേറ്റീവ് എന്തായിരുന്നു? സൈൻ hxൻ്റെ ഡെറിവേറ്റീവ് കോസ് hx ആയിരുന്നു. ദെർഫോർ സൈൻ hxൻ്റെ ഡെറിവേറ്റീവ് കോസ് hx ആണെങ്കിൽ കോസ് hxൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈൻ hx. അതേപോലെ സൈൻ hxൻ്റെ ഇൻ്റഗ്രൽ എന്താ? കോസ് hx. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ടാൻ hxൻ്റെ ഡെറിവേറ്റീവ് സീക്ക് h സ്ക്വയർ എക്സ് ആയിരുന്നു. ദെർഫോർ ഇൻ്റഗ്രൽ ഓഫ് സീക്ക് h സ്ക്വയർ എക്സ് ഈക്വൽ ടു ടാൻ hx. നെക്സ്റ്റ് കോട്ട് hxൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് h സ്ക്വയർ എക്സ് ആയിരുന്നു. ദെർഫോർ ഇൻ്റഗ്രൽ ഓഫ് കൊസീക്ക് h സ്ക്വയർ എക്സ് ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് കോട്ട് hx. അതുപോലെ തന്നെ നമ്മൾ 6 റിസൾട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സീക്ക് hx ടാൻ hx ഡി എക്സ് ഈക്വൽ ടു മൈനസ് സീക്ക് hx പ്ലസ് സി. ലാസ്റ്റ്
കൊസീക് എച്ച് എക്സ് കോട്ട് എച്ച് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് എച്ച് എക്സ് പ്ലസ് സി. ഓക്കെ, ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ട് കാണാതെ പഠിച്ചു വെക്കുക. ഇൻ്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് ഇൻ്റഗ്രൽ. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് റിസൾട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ റിസൾട്ട് കാണാതെ പഠിക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾ 3ലേക്ക് പോകാം. ഡിഫറൻഷിയേറ്റ് ദി ഫോളോയിങ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. താഴെ തന്നിട്ടുള്ള ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യണം. സിമ്പിളാണ്, നമ്മൾ ഇതുവരെ പഠിച്ച റിസൾട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സൈൻ എച്ച് എക്സ് മൈനസ് കോസ് എച്ച് എക്സ്. സെക്കൻഡ് റിസൾട്ട് ടാൻ എച്ച് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ലോഗ്, തേർഡ് ക്വസ്റ്റ്യൻ ലോഗ് ടാൻ എച്ച് എക്സ് ബൈ 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഫംഗ്ഷൻ എക്സ് സൈൻ എച്ച് എക്സ് മൈനസ് കോസ് എച്ച് എക്സ് ആയിരുന്നു. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എച്ച് എക്സ് മൈനസ് കോസ് എച്ച് എക്സ് ദാറ്റ് ഈക്വൽ ടു എന്താ വേണ്ടേ? ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എച്ച് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ്. ഓക്കെ, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് റൂള് ഉപയോഗിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ദാറ്റ് ഈസ് എക്സ് കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ്. നെക്സ്റ്റ് മൈനസ് കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം, ബാക്കി എക്സ് കോസ് എച്ച് എക്സ്. ഓക്കെ, സിമ്പിൾ ഡിഫറൻസിയേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എച്ച് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. നമ്മളെങ്ങനെ ചെയ്യാം? ഒരു ചെയിൻ രൂപത്തിലാണ് അല്ലെങ്കിൽ കോമ്പോസിഷൻ രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. ടാൻ എച്ച് എക്സിൻ്റെ ഫസ്റ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിൻ്റെയും കണ്ടുപിടിക്കണം. എന്നാൽ ടാൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. ടാൻ എച്ച് എക്സിൻ്റെ സീക്ക് എച്ച് സ്ക്വയർ എക്സ്. ദെർഫോർ സീക്ക് എച്ച് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. റൂട്ട് എക്സിൻ്റെ എന്തായിരുന്നു? 1/2 റൂട്ട് എക്സ്. ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് ഇത്രയും ടേം, ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു സീക്ക് എച്ച് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് റിസൾട്ട്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ടാൻ എച്ച് എക്സ് ബൈ 2. ലോഗ് ടാൻ എച്ച് എക്സ് ബൈ 2 എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്യണം? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ലോഗ് എക്സിൻ്റെ എന്താണ്? 1/x. എക്സിൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു? ടാൻ എച്ച് എക്സ് ബൈ 2 ആണ്. ദെർഫോർ 1/x എക്സിൻ്റെ സ്ഥാനത്ത് ഇത് എഴുതും. എന്നിട്ട് ഇതിലേക്ക് നോക്കും. ടാൻ എച്ച് എക്സ് ബൈ 2 അതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ത് ചെയ്യുക? ടാൻ എച്ച് എക്സിൻ്റെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 1/tan എച്ച് എക്സ് ബൈ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എച്ച് എക്സ് ബൈ 2. നമ്മൾ ഇനി ചെയ്യണത് ഇത് ചെയ്യണം അല്ലേ? ഇത് അതുപോലെ തന്നെ എഴുതി 1/tan എച്ച് എക്സ് ബൈ 2 എന്നാണ്. ടാൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എച്ച് സ്ക്വയർ എക്സ്. ആ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? എക്സ് ബൈ 2 ആണ്. ദെർഫോർ സീക്ക് എച്ച് സ്ക്വയർ എക്സ് ബൈ 2. നെക്സ്റ്റ് എന്താണ്? എക്സ് ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് 1/2. ദെർഫോർ കോസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ എഴുതാം. കോസ് എച്ച് എക്സ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ എച്ച് എക്സ് ബൈ 2. അതാണ് 1/tan എച്ച് എക്സ് ബൈ 2. നെക്സ്റ്റ് കോസ് സീക്ക് എച്ച് സ്ക്വയർ എക്സിനെ എങ്ങനെ എഴുതാം? 1/ കോസിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയതാണ്. ദറ്റ് ഈസ് 1/ കോസ് എച്ച് സ്ക്വയർ എക്സ് ബൈ 2 ഇൻറ്റു 1/2. ഇവിടെ കോസ് എച്ച് എക്സ് ബൈ 2 ഉണ്ട്, ഇവിടെ രണ്ട് ടേം ഉണ്ട്. കോസ് എച്ച് എക്സ് ബൈ 2 ഇൻറ്റു കോസ് എച്ച് എക്സ് ബൈ 2. അതിലെ ഈ ഒരു ടേം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ടായിരിക്കും? 1/2 ഇൻറ്റു സൈൻ എച്ച് എക്സ് ബൈ 2 കോസ് എച്ച് എക്സ് ബൈ 2. നമുക്കറിയാം ഈ റിസൾട്ട്. That is 2 sin hx by 2 cos hx by 2. That is 1/sin hx. ഓക്കെ, എന്താണ് നമുക്ക് ട്രിഗണോമെട്രി റിസൾട്ട്? സൈൻ 2 തീറ്റ ഈക്വൽ ടു
2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇതേ റിസൾട്ടാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് സൈൻ 2 ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു സൈൻ എച്ച് എക്സ് ബൈ 2 കോസ് എച്ച് എക്സ് ബൈ 2 ഈക്വൽ ടു ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എക്സ് ബൈ 2 ആണ്. തീറ്റയുടെ സ്ഥാനത്ത് എക്സ് ബൈ 2 എന്താ റിസൾട്ട് വരിക? സൈൻ 2 ഇൻറ്റു എക്സ് ബൈ 2. ഇത് രണ്ടും സൈൻ എച്ച് ഉണ്ട് കേട്ടോ. ഇവിടെ സൈൻ എച്ച് ദറ്റ് ഈസ് 2 ക്യാൻസൽ ചെയ്യും. ദറ്റ് ഈസ് സൈൻ എച്ച് എക്സ്. Therefore, this equal to sin hx, that equal to cosec hx. Okay. അപ്പോൾ എക്സാമ്പിൾ 3 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് കമ്പ്യൂട്ട് എക്സാമ്പിൾ 4. കമ്പ്യൂട്ട് ഡി വൈ ബൈ ഡി എക്സ്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. എന്താ തന്നിട്ടുള്ളത്? സൈൻ എച്ച് ഓഫ് എക്സ് പ്ലസ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് വൈ ഈക്വൽ ടു 1. കണ്ടുപിടിക്കേണ്ട ഡി വൈ ബൈ ഡി എക്സ് ആണ്. തന്നിട്ടുള്ളത് സൈൻ എച്ച് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ ഈക്വൽ ടു 1 ആണ്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഇതിനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റി എഴുതും. ദെർഫോർ ഈ എക്സ് വൈനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ? സൈൻ എച്ച് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് വൈ. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ഒരു ഇക്വേഷൻ ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ത്രൂ ഔട്ട് എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആ ഇക്വേഷനെ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം, വൈ സ്ക്വയർ ഈക്വൽ ടു 2x. ഇതിന്ന് എങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. ഇതെന്താണ്? ഒരു ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനാണ്. ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. ഇവിടെ വൈ ആണ് ഫംഗ്ഷൻ. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 എഴുതും. കാരണം വൈ എന്താ? വൈൻ്റെ അകത്ത് ഫംഗ്ഷൻ എക്സിൻ്റെ ഫംഗ്ഷൻ എക്സ് ഉണ്ട്. വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇവിടെ വൈ ഫംഗ്ഷനും എക്സ് വേരിയബിളാണ്. അതുകൊണ്ട് വൈ കോൺസ്റ്റൻ്റ് ആക്കി ഒന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. വൈൻ്റെ അകത്ത് എക്സ് ഉണ്ട്. ദെർഫോർ 2y എന്നിട്ട് വൈയുടെ ഡെറിവേറ്റീവ്, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക 2y, എന്നിട്ട് വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈ ഈക്വൽ ടു 2x ഡെറിവേറ്റീവ് 2. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 2y, 2 ക്യാൻസൽ ചെയ്യും, 1/y. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓക്കെ. ഇനി ഇവിടെയും അതേ കേസാണ് നമ്മൾ ചെയ്യണത്. സൈൻ എച്ച് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് വൈ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യണം. ഓക്കെ. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ചെയ്യാൻ പോണത് ഈ സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യും. സൈൻ എച്ച് എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ് പ്ലസ് വൈ. നെക്സ്റ്റ് പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്തിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്. ദറ്റ് ഈസ് ഫസ്റ്റ് ഇതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ്, ഇത്രയും ടേമിൻ്റെ ഡെറിവേറ്റീവ്, ദറ്റ് ഈസ് കോസ് എക്സ് പ്ലസ് വൈ, കോസ് എച്ച് എക്സ് പ്ലസ് വൈ. നെക്സ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെയും അതേപോലെ തന്നെ. ഇവിടെ എക്സ് വേരിയബിളാണ്, വൈ ഫംഗ്ഷനാണ്. പക്ഷേ വൈ എന്താണ്? ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ദെർഫോർ കോസ് എച്ച് എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദറ്റ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ. ഓക്കെ. നമുക്ക് വേണ്ട എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അഥവാ ഈ ഇക്വേഷന് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഴുതാൻ പറ്റണം. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദറ്റ് ഈസ് കോസ് എച്ച് എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ദിസ്. ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇവിടെ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അത് അതുപോലെ തന്നെ എടുത്തെഴുതി. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കിടക്കുന്ന ടേംസിനെ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും ബാക്കിയുള്ള ടേംസിനെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. കോസ് എച്ച് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഈക്വൽ ടു വൈ മൈനസ് കോസ് എച്ച് എക്സ് പ്ലസ് വൈ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്
ഈക്വൽ ടു വൈ മൈനസ് കോസ് എച്ച് എക്സ് പ്ലസ് വൈ ഓൾ ഡിവൈഡഡ് ബൈ കോസ് എച്ച് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് കിട്ടും. ഓക്കെ, ഇതാണ് ഡി വൈ ബൈ ഡി. ഇതാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. അപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ 5. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇൻ്റഗ്രൽ. ഓക്കെ, നമ്മൾ ഡെറിവേറ്റീവ് തൊട്ട് മുന്നേ ചെയ്തു. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ടാൻ എച്ച് 5x ഇൻറ്റു ഡി എക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ സൈൻ എച്ച് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എച്ച് സ്ക്വയർ എക്സ് ഡി എക്സ്. തേർഡ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 ടു ലോഗ് 2 4 e raised to x sin hx dx. Fourth question integral 0 to pi by 2 sin h sin theta cos theta d theta. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ PDF ആരോ നമ്മളെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് ടാൻ എച്ച് 5x ഡി എക്സ്. എന്താണ് ടാൻ എച്ച് എക്സ്? ടാൻ എച്ച് എക്സ് പറഞ്ഞാൽ സൈൻ എച്ച് എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് എക്സ്. നമ്മൾ അതുകൊണ്ട് നേരെ അതിലെ ആ റിസൾട്ട് ഉപയോഗിക്കാൻ പോവാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ എച്ച് 5x ഡിവൈഡ് ബൈ കോസ് എച്ച് 5x ഡി എക്സ്. ഇനി എങ്ങനെ ചെയ്യാം? പുട്ട് യു ഈക്വൽ ടു സാധാരണ നമ്മൾ ഇൻ്റഗ്രേറ്റിന് പോലെ ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്. അതിലെ കോസ് എച്ച് 5x യു വിളിച്ചു. എന്നിട്ട് ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. എന്താണ് ഡി യു ബൈ ഡി എക്സ്? കോസ് എച്ച് 5x ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് സൈൻ എച്ച് 5x ഇൻറ്റു 5. നമുക്ക് വേണ്ടത് നമ്മൾ കംപ്ലീറ്റ് ഇനി യുടെ ടേമിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ട് ഡി എക്സും മാറ്റണം. ഇവിടെ ഡി യു ആണ്. ദെർഫോർ ഇവിടുന്ന് ഡി യു ഡി എക്സ് എന്താണെന്നുള്ളത് എടുത്തെഴുതി. ദെർഫോർ ഡി എക്സ് ഈക്വൽ ടു ഇത് ഡി എക്സിനെ ഇങ്ങോട്ട് എടുക്കാം. 5 ഇൻറ്റു സൈൻ എച്ച് 5x ഇങ്ങോട്ട് കൊടുത്തു. ദാറ്റ് ഈസ് ഡി എക്സ് ഈക്വൽ ടു 1/5 ഡി യു ഡിവൈഡ് ബൈ സൈൻ എച്ച് 5x. ഓക്കെ, ഇത്രയും നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ ഇൻ്റഗ്രൽ സൈൻ എച്ച് 5x ഡിവൈഡ് ബൈ കോസ് എച്ച് 5x ഡി എക്സ്. ഇതിന് നമ്മൾ യു കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ബാക്കി അതുപോലെ തന്നെ എഴുതി. ഇൻ്റഗ്രൽ സൈൻ എച്ച് 5x ഡിവൈഡ് ബൈ കോസ് എച്ച് 5x ഡി എക്സ് എന്തായിരുന്നു? ഡി എക്സ് 1/5 ഡി യു സൈൻ എച്ച് 5x. ഈ സൈൻ എച്ച് 5x ഇവിടുത്തെ സൈൻ എച്ച് 5x ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 1/5 പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 1/u. കോസ് എച്ച് 5x യു ആയിരുന്നു. ദാറ്റ് ഈസ് 1/u ഡി യു. ദാറ്റ്സ് ഈക്വൽ ടു 1/5. എന്താണ് ഇൻ്റഗ്രൽ ഓഫ് 1/u? ദാറ്റ് ഈസ് ലോഗ് യു. ദാറ്റ് ഈസ് ലോഗ് യു പ്ലസ് സി. യു എന്തായിരുന്നു? യു നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദറ്റ് ഈസ് 1/5 ലോഗ് കോസ് എച്ച് 5x പ്ലസ് സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ സൈൻ എച്ച് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എച്ച് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റീവ് നമുക്ക് അറിയാം. എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു കോംപ്ലിക്കേറ്റഡ് ഫോം വരുമ്പോൾ ഏതെങ്കിലും ഒന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ പറ്റൂ. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നോക്കുക. ഇവിടെ നോക്കേ, ഇവിടെ ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എപ്പോഴും ശരിയാവണമെന്നില്ല, എന്നാലും ഒരു 90% ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരിയാക്കാൻ പറ്റും. ഇവിടെ കോസ് എച്ച് എക്സിന് യു കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴ്ന്നു വരും 1 പ്ലസ് യു സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. തൊട്ട് മുന്നേ അതേപോലെ ആയിരുന്നു. ഇവിടെ യുക്ക് കോസ് എച്ച് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യണത് യു ഈക്വൽ ടു കോസ് എച്ച് എക്സ്. തൊട്ട് മുന്നേ ചെയ്ത പോലെ ഡി യു ബൈ ഡി എക്സ് സൈൻ എച്ച് എക്സ്. ഇതിന്ന് ഡി എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഡി യു ഡിവൈഡ് ബൈ സൈൻ എച്ച് എക്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡി എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ എടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എന്താ വരിക? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സൈൻ എച്ച് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എച്ച് സ്ക്വയർ എക്സ് ഡി എക്സ്. ദിസ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് യു സ്ക്വയർ. ഡി എക്സ് എന്തായിരുന്നു? ഡി യു ഡിവൈഡ് ബൈ സൈൻ എച്ച് എക്സ്. സൈൻ എച്ച് എക്സ് ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി യു ഡിവൈഡ് ബൈ 1 പ്ലസ് യു സ്ക്വയർ. du divided by 1 plus u square. This equal to tan inverse u plus c.
ദിസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് യു പ്ലസ് സി ദാറ്റ് ഈക്വൽ ടു യു നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ അവിടെ വെച്ച് നിർത്തരുത്. യുക്ക് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് കോസ് എച്ച് എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത റിസൾട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to log 2 4 e raised to x sin hx dx. Integral 0 to log 2 4 e raised to x sin hx dx. That equal to integral 0 to log 2 4 e raised to x. നമ്മൾ ചെയ്യാൻ പോണത് e raised to x വരികയാണെങ്കിൽ നിങ്ങൾ സൈൻ എച്ച് എക്സിൻ്റെ ഡെഫിനിഷൻ അതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. കാരണം കുറേ ടേം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ കൂടെ ഇൻ്റഗ്രലിൽ കോസ് എച്ച് എക്സോ സൈൻ എച്ച് എക്സോ ടാൻ എക്സ് എക്സോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് അതിൻ്റെ റിസൾട്ട് ഉപയോഗിക്കുക. എന്താണ് സൈൻ എച്ച് എക്സ്? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈക്വൽ ടു നമ്മൾ ചെയ്യണത് 2 ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് 2 ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ 0 to log 2 ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. e raised to x into e raised to x, that is e raised to 2x. Next e raised to x into e raised to minus x, that is minus 1. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു e raised to x into e raised to minus x, e raised to x into e raised to minus x. എന്താണ് e raised to minus x? e raised to x into 1 by e raised to x. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും, ഈക്വൽ ടു 1 കിട്ടുക. Therefore e raised to x into e raised to minus x, that's equal to 1. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സിമ്പിൾ ഫോമിലേക്ക് മാറി. അപ്പോൾ ഇവിടെ സൈൻ എച്ച് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ സിമ്പിൾ ഫോമിലേക്ക് മാറി. ദാറ്റ് ഈസ് എ റേസ് ടു 2x മൈനസ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്താണ് എ റേസ് ടു 2xൻ്റെ ഇൻ്റഗ്രൽ? എ റേസ് ടു 2x ഡിവൈഡഡ് ബൈ 2. എന്താണ് 1ൻ്റെ ഇൻ്റഗ്രൽ? എക്സ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 0 to log 2. ദാറ്റ് ഈസ് 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എ റേസ് ടു 2 log 2 മൈനസ് e raised to 2 log 2 by 2 minus log 2. upper limit minus lower limit, that is e power 0 divided by 2 minus 0. എന്നാൽ e power നമുക്കറിയാം 2 log 2 ഇത് തന്നെയാണെന്ത് log 2 സ്ക്വയർ അഥവാ എക്സ് ലോഗ് വൈ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോഗ് വൈ പവർ എക്സ് അഥവാ ഈ ടേം ഇതിൻ്റെ പവറിലേക്ക് എഴുതാം. അപ്പോൾ ഈ പവർ 2 log 2 എങ്ങനെ എഴുതാം? ഈ പവർ log 4 എന്ന് എഴുതാം. എന്താണ് ഈ പവർ log 4? ദാറ്റ് ഈസ് 4. ഓക്കെ, therefore 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 divided by 2 മൈനസ് log 2 മൈനസ് ഈ പവർ 0 1 ദാറ്റ് ഈസ് 1 by 2. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 ക്യാൻസൽ ചെയ്യാം. That is 2 into 2 minus log 2 minus 1 by 2. That is 4 minus 2 log 2 minus 1. That is 3 minus 2 log 2. Okay. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to pi by 2 sin h sin theta cos theta d theta. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ പറ്റൂ. sin h sin theta കോസ് തീറ്റ നമുക്കറിയാം. സൈൻ തീറ്റയ്ക്ക് ഇവിടെ സൈൻ എച്ച് യു ഇതിന് യു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കിടക്കുന്നത്. ദെർഫോർ പുട്ട് യു ഈക്വൽ ടു സൈൻ തീറ്റ, ഡി യു ബൈ ഡി തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ, ഡി യു ഈക്വൽ ടു ഡി യു ഡിവൈഡ് ബൈ കോസ് തീറ്റ. ഇനി ഇവിടെ ശരിക്കുള്ള ഇൻ്റഗ്രലായിരുന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റും ചേഞ്ച് ചെയ്യണം. ദെർഫോർ എങ്ങനെ കൊടുക്കാം? ലിമിറ്റ് എങ്ങനെ എടുക്കാം? യു ഈക്വൽ ടു സൈൻ തീറ്റ ആയിരുന്നു. ദാറ്റ് ഈസ് സൈൻ 0 to സൈൻ പൈ ബൈ 2. ദെർഫോർ യുടെ ലിമിറ്റ് എന്തായിരിക്കും? സൈൻ 0 to എന്താണോ നിങ്ങൾ കൊടുത്തത് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ ഇവിടെയും സൈൻ കൊടുക്കുക. അപ്പോൾ സൈൻ 0 to സൈൻ പൈ ബൈ 2. അപ്പോൾ യുടെ ലിമിറ്റാണ് സൈൻ 0 to സൈൻ പൈ ബൈ 2. ദാറ്റ് ഈസ് 0 to 1. സൈൻ 0 പറഞ്ഞു കഴിഞ്ഞാൽ 0, സൈൻ പൈ ബൈ 2 പറഞ്ഞാൽ 1. കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to pi by 2 sin h sin theta cos theta d theta that equal to integral 0 to 1. നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്തു. 0 to 1 2 into sin h യു എന്തായിരുന്നു? സൈൻ തീറ്റയ്ക്ക് നമ്മൾ യു കൊടുത്തതാ. നെക്സ്റ്റ് ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റയ്ക്ക് ഡി യു ഡിവൈഡ് ബൈ കോസ് തീറ്റ കൊടുത്തു.
കോസ് തീറ്റ ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2 ഇൻറ്റു സൈൻ എച്ച് യു ഡി യു. ദാറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് സൈൻ എച്ച് യുടെ ഇൻ്റഗ്രല് കോസ് എച്ച് യു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു കോസ് എച്ച് 1 മൈനസ് 1 കിട്ടും. ദാറ്റ് ഈസ് കോസ് 0 പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ, എങ്ങനെ കോസ് 0 1 ആയത്? നമുക്കറിയാം ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഇതാണ് കോസ് എച്ച് എക്സ്. കോസ് എച്ച് 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇ റേസ് ടു 0 പ്ലസ് ഇ റേസ് ടു മൈനസ് 0 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ കോസ് എച്ച് 0 പറഞ്ഞു കഴിഞ്ഞാൽ 1. ഇനി എന്താണ് സൈൻ എച്ച് 0? ചെക്ക് ചെയ്യാം. സൈൻ എച്ച് 0 that is e raised to 0 minus e raised to minus 0 divided by 2 that's equal to 1 minus 1 divided by 2 that's equal to 0. അപ്പോൾ രണ്ട് റിസൾട്ട് സൈൻ എച്ച് 0 ഈക്വൽ ടു 0 കോസ് എച്ച് 0 ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് ഷോ ദാറ്റ് y ഈക്വൽ ടു a cos h x by a. y equal to cos h x by a satisfy the differential equation. d square y by dx square equal to w divided by h root of 1 plus dy by dx whole square. ഇവിടെ w h എന്താ പറഞ്ഞിട്ടുണ്ട്? w by h ദാറ്റ്സ് ഈക്വൽ ടു a ഈക്വൽ ടു h divided by w അഥവാ ഇതിൻ്റെ റെസിപ്രോക്കലാണ് a. എച്ചും ഡബ്ല്യൂയും പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് y ഈക്വൽ ടു എ കോസ് എക്സ് ബൈ എ സാറ്റിസ്ഫൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അഥവാ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് തെളിയിക്കണം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷനാണ് y ഈക്വൽ ടു എ കോസ് എച്ച് എക്സ് ബൈ എ. അത് തെളിയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ dy by dx കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ d സ്ക്വയർ y by dx സ്ക്വയർ കിട്ടും. ഇത് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡബ്ല്യു എച്ച് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് y ഈക്വൽ ടു എ കോസ് എച്ച് എക്സ് ബൈ എ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഓക്കെ, ഫസ്റ്റ് y ഈക്വൽ ടു എ കോസ് എച്ച് എക്സ് ബൈ എയുടെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എ കോൺസ്റ്റൻ്റാണ്. എന്താണ് കോസ് എച്ച് എക്സ് ബൈയുടെ ഡെറിവേറ്റീവ്? സൈൻ എച്ച് എക്സ് ബൈ എ. എന്നിട്ട് എക്സ് ബൈയുടെ ഡെറിവേറ്റീവ് 1 ബൈ എ. എ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എച്ച് എക്സ് ബൈ എ ആൻസർ കിട്ടും. ദറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ് ബൈ എ. വീണ്ടും ഇതിനെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് ചെയ്യണം. എന്താ വരിക? ഇതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദറ്റ് ഈസ് സൈൻ എച്ച് എക്സ് ബൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് എച്ച് എക്സ് ബൈ എ ഇൻറ്റു 1 ബൈ എ ദാറ്റ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു കോസ് എച്ച് എക്സ് ബൈ എ ഇൻറ്റു 1 ഡിവൈഡ് ബൈ എ ദാറ്റ് ഈക്വൽ ടു കോസ് എച്ച് എക്സ് ബൈ എ ഓൾ ഡിവൈഡഡ് ബൈ എ. ഇങ്ങനെ എഴുതാം, ശരിയല്ലേ? ദറ്റ് ഈസ് 1 ബൈ എ ഇങ്ങോട്ട് എടുത്തു. എന്നാണ് കോസ് എച്ച് എക്സ് ബൈ എ. നമുക്ക് ഒരു റിസൾട്ട് അറിയാം, തൊട്ട് മുന്നത്തെ റിസൾട്ട്. ദറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ബൈ എ അല്ലേ? ഇവിടുന്ന് നമുക്ക് കിട്ടും. ഇവിടുന്ന് നമുക്ക് സൈൻ കോസ് എച്ച് എക്സ് ബൈ എ എന്ത് കിട്ടും? 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ബൈ എ. അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട് സൈൻ എച്ച് എക്സ് ബൈ എ. തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് എന്ത്? സൈൻ എച്ച് എക്സ് ബൈ എ. ഇതെന്തായിരുന്നു? ഡി വൈ ബൈ ഡി എക്സ് ആണ്. ദെർഫോർ സൈൻ എച്ച് സ്ക്വയർ എക്സ് ബൈ എ പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയറാണ്. നമ്മൾ തന്നിട്ടുണ്ട്, നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എ എന്താണെന്നുള്ളത്. ദറ്റ് ഈസ് 1 ബൈ എ എന്താണ്? ഡബ്ല്യു ബൈ എ ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ ഡബ്ല്യു ആണ്. ദെർഫോർ 1 ബൈ എ എന്തായിരിക്കും? 1 ബൈ എ ഈക്വൽ ടു ഡബ്ല്യു ബൈ എച്ച് ആയിരിക്കും. ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, മനസ്സിലായോ? സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എക്സാമ്പിൾ 7. Show that the solution of the differential equation
ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 ഈസ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ഡിവൈഡ് ബൈ ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി where x equal to x naught and dv by dx divided by dt equal to v naught. dx divided by dt equal to v naught. എന്താ തെളിയിക്കണ്ടേ? Show that the solution of the differential equation d square x divided by dt square minus omega square x equal to 0 തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എക്സ് ഈക്വൽ. അത് നമുക്ക് തെളിയിക്കണം. തൊട്ട് മുന്നേ ചെയ്ത അതേപോലെ നമുക്ക് ചെയ്യണം. തൊട്ട് മുന്നേ y ആയിരുന്നു, ഇവിടെ എക്സ് ആയിരുന്നു ഫംഗ്ഷൻ, വേറെ ഒരു വ്യത്യാസമില്ല. ഷോ ദാറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 ഈസ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ഡിവൈഡ് ബൈ ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി. ഇവിടെ എന്താണ് എക്സ് നോട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് വി നോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എക്സ് നോട്ട്? എക്സ് ഈക്വൽ ടു എക്സ് നോട്ടും അതുപോലെ തന്നെ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ഈക്വൽ ടു വി നോട്ട്. എപ്പോൾ? അറ്റ് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ. ടി ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള എക്സ് ആണ് എക്സ് നോട്ട്. അതേപോലെ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി ആണ് വി നോട്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. അതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ വേണ്ടേ? എക്സ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇത് എങ്കിൽ ഈ ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. വേണ്ടത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡബിൾ ഡെറിവേറ്റീവ് ചെയ്യണം. തൊട്ട് മുന്നേ ചെയ്ത അതേപോലെ നമ്മൾ ഫസ്റ്റ് ഇത് എടുത്ത് എഴുതി. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ഡിവൈഡ് ബൈ ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി. ഇനി ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡെറിവേറ്റീവ് ചെയ്യണത്. ദെർഫോർ കോസ് എച്ച് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഇവിടെ സൈൻ എച്ച് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് വി നോട്ട് ഡിവൈഡ് ബൈ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, അത് അതുപോലെ തന്നെ എഴുതി. ബാക്കി സൈൻ എച്ച് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഇവിടെ ഈ ഒമേഗയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ടായിരിക്കും? ഒമേഗ ഇൻറ്റു എക്സ് നോട്ട് സൈൻ എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ഇൻറ്റു കോസ് എച്ച് ഒമേഗ ടി. ഇപ്പോൾ ഒറ്റ പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്തിട്ടുള്ളൂ, ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ചെയ്തിട്ടുള്ളൂ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഡെറിവേറ്റീവ് ചെയ്യണം. എഗെയിൻ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ദറ്റ് ഈസ് ഒമേഗ എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി സൈൻ എച്ച് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഇവിടെ എന്ത് വരും? വി നോട്ട് ഇൻറ്റു കോസ് എച്ച് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ദെർഫോർ നമ്മൾ ഈ ഒമേഗ സ്ക്വയർ ആയി. ഒമേഗ സ്ക്വയർ എക്സ് നോട്ട് ഇൻറ്റു കോസ് എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ഇൻറ്റു ഒമേഗ കോസ് എച്ച് ഒമേഗ ടി. ഇവിടുന്ന് ഒരു ഒമേഗ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി ഉണ്ടായിരിക്കും. ഇവിടെ എന്തുണ്ടായിരിക്കും? ഇവിടെ ആകെ ഒരു ഒമേഗയേ ഉള്ളൂ. ഒരു ഒമേഗ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ ഒരു ഒമേഗ വരും. ഓക്കെ, രണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ ഒമേഗ കറക്റ്റാണ്. ദറ്റ് ഈസ് വി നോട്ട് ഡിവൈഡ് ബൈ ഒമേഗ കോസ് എച്ച് ഒമേഗ ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ ഒറ്റ ഒമേഗയാണ് നമ്മൾ എടുക്കുന്നത്, 2 ഒമേഗയാണ്. ദെർഫോർ ഡിവൈഡ് ബൈ ഒരു ഒമേഗ കിട്ടും. ദാറ്റ് ഈക്വൽ ടു ഇതെന്താണ്? ഇതാണ് നമ്മളെ എക്സ്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എക്സ് ഇതായിരുന്നു. ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്. ദെർഫോർ ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്നായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് തെളിയിക്കണ്ടേ ഇത് ഇതിൻ്റെ സൊല്യൂഷനാണ് തെളിയിക്കണം. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടേക്ക് എത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായി ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് 9x ഈക്വൽ ടു 0 ഫോർ വിച്ച് എക്സ് ഈക്വൽ ടു 1 ആൻഡ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 1 അറ്റ് ടി ഈക്വൽ ടു 0. തൊട്ട് മുന്നത്തെ ആ ക്വസ്റ്റ്യനുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? നമ്മൾക്ക് അറിയാം. ഓക്കെ,
ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 9 ആണ്, ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. ഇവിടുത്തെ എക്സ് നോട്ട് എന്തായിരുന്നു? ഇവിടുത്തെ എക്സ് നോട്ടും വി നോട്ടും എന്താ അവിടെ പറയുന്നുണ്ട്? എന്താണ് എക്സ് നോട്ട്? അറ്റ് ടി ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള എക്സ് ആണ് എക്സ് നോട്ട്. ദെർഫോർ എക്സ് നോട്ട് പറഞ്ഞെന്താ? ഇവിടെ 1 ആണ്. അതെ വി നോട്ട് പറഞ്ഞെന്താ? 1. വി നോട്ട് പറഞ്ഞെന്താ? തൊട്ട് മുന്നേ വി നോട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അറ്റ് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ആണ് വി നോട്ട്. അപ്പോൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസറായി. എക്സ് നോട്ട് ഈക്വൽ ടു 1 കിട്ടി, വി നോട്ട് ഈക്വൽ ടു 1 കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ. എന്താണ് സൊല്യൂഷൻ തരുന്നു? എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ഡിവൈഡ് ബൈ ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, എന്താണ് എക്സ് നോട്ട് ഈക്വൽ ടു 1 കോസ് എച്ച് എന്താണ്? ഒമേഗ ഈക്വൽ ടു 9 ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ ആണ് 9, ഒമേഗ ഈക്വൽ ടു 3 കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 ഡിവൈഡ് ബൈ 3 സൈൻ എച്ച് 3t. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ആൻസർ. കോസ് എച്ച് 3t പ്ലസ് സൈൻ എച്ച് 3t ഡിവൈഡ് ബൈ 3. അടുത്ത ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് എഫ് ഓഫ് ടി. എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ദറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് മൈനസ് 3f ഈക്വൽ ടു 0. എഫ് ഓഫ് 0 ഈക്വൽ ടു 1 ആണ്, എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -2 ആണ്. ദെർഫോർ എക്സ് നോട്ടാണ് ഇത് അല്ലേ? എക്സ് നോട്ടാണ് ഇത്, ഡെറിവേറ്റീവ് ആണ്, ദാറ്റ് ഈസ് വി നോട്ടാണ് ഇത്. എന്താണ് ഒമേഗ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആണ് 3, ഒമേഗ എന്തായിരിക്കും? √3 ആയിരിക്കും. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസറായി. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് 3 പ്രോബ്ലം നമ്മൾ തൊട്ട് മുന്നത്തെ റിസൾട്ട് നേരെ ഡയറക്റ്റായി എടുത്ത് എഴുതിയതാണ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ, ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് സെഷൻ. ഓക്കെ, അടുത്ത സെഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.